ഈ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി ജമാഅത്തിന്റെ സഹായം ലഭിച്ചു എന്നുള്ളത് കേസെടുക്കുക. ആ വീഡിയോ തെറ്റാണെങ്കിൽ വ്യാജമാണെങ്കിൽ കേസെടുക്കുമെന്നാണ്. വേറെ എന്തൊക്കെ പണിയുണ്ട് ഇവിടെ? നിങ്ങൾ ഈ ഏതോ ഒരു ആളുകൾ കൂടുന്ന വ്യാജ ഇന്നും നോക്കി നടക്കല ഞങ്ങളെ പണി. ഏതോ ഒരാളെ പ്രതിപക്ഷ നേതാവ് ആദ്യം മുതൽ അവസാനം വരെ വിവരക്കേടല്ലേ പറഞ്ഞിട്ടു. ഈ ഇലക്ഷന് പൂർണ്ണമായിട്ട് വിവരക്കേട്, ഇതേപോലെ വിവരക്കേട് പറഞ്ഞ പ്രതിപക്ഷ നേതാവുണ്ടോ കേരളത്തിൽ? ഓരോ ദിവസം പ്രതിപക്ഷ നേതാവ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തെ ഉപേക്ഷിച്ചു എന്നാ പറഞ്ഞത്. അതുപോലെ ഒരു വിവരക്കേട് വേറെ ആരെങ്കിലും പറയോ ലോകത്ത്? അതല്ലേ ഞാൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ പറ്റി വേറെ എന്താ പ്രസംഗിക്കേണ്ടത്, എന്താ പറയേണ്ടത്? സുഹൃത്താ, മുഖ്യമന്ത്രി ഇന്നും പ്രസംഗിച്ചത് സർക്കാരിന്റെ 9 വർഷത്തെ ഭരണത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിന്റെ വിജയത്തിലാവുന്നു. ആയിക്കോട്ടെ, ഇനി തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ. അല്ല, അങ്ങനെ അതായിക്കോട്ടെ. പോരെ, അവിടെ നിന്ന് പറയലുകൊണ്ട് നല്ല ആത്മവിശ്വാസം, കുറച്ച് ആത്മവിശ്വാസം.